ഇന്നത്തെ റെസിപ്പി എന്ന് പറയുമ്പം ബംഗാളി സ്റ്റൈലിൽ നമ്മുടെ സോഫ്റ്റ് പൂരി ആൻഡ് ഇതുപോലത്തെ ഒരു ഡാൽ കറി. ആദ്യമേ തന്നെ 3 കപ്പ് മൈദയും 1 കപ്പ് ആട്ടയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് നമ്മുടെ പഞ്ചസാര, അതിനുശേഷം നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്തിനാ മിക്സ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു സംഭവം തന്നെയാണ് നമ്മൾ മോയം എന്ന് പറയും. ഇത് ചെയ്താൽ നമ്മുടെ പൂരിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരുമെന്നാണ് പറയുന്നത്. എന്തായാലും അതിനുശേഷം കുറച്ച് വെള്ളം ഉപയോഗിച്ച് ഇതുപോലത്തെ നല്ലൊരു ഡോ ആക്കി മാറ്റണം. കുറച്ച് നേരത്തേക്ക് അടിച്ച് വെക്കണം. അതിനുശേഷം നമ്മുടെ ഇവിടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ 2 ടൈപ്പ് ഡാലാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ കിഴങ്ങ് ആൻഡ് കുറച്ച് നമ്മുടെ തക്കാളി, അതിനുശേഷം മഞ്ഞൾപ്പൊടി ആൻഡ് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ വേവിക്കണം, ഒരു സോഫ്റ്റ് ആകുന്ന വരെ. എന്തായാലും അതിന് നടക്ക് ഞങ്ങളുടെ വലിയൊരാൾ വന്നിട്ട് എത്തി നോക്കുകയാണ് എന്താ ഇവിടെ നടക്കുന്ന ആളെന്ന്. ആദ്യമായിട്ട് പൂരി കഴിക്കാൻ പോകുന്ന അതിൻ്റെ സന്തോഷമാണ്. ഇവിടെ ആണെങ്കിൽ സിറ്റിയും വന്ന് നമ്മുടെ സ്പെഷ്യലിൽ. പിന്നെ ഇവിടെ കുറച്ച് നമ്മുടെ മസ്റ്റർഡ് ഓയിലിനകത്ത് ജീരകം, പിന്നെ നമ്മുടെ മുളക് ആൻഡ് തേച്ചുപത്തയാണ്. ഇത് നമ്മുടെ ഇലക്കടയ്ക്ക് ഒരു മണം തരുന്നതാണ്, കറിക്ക് നല്ല സ്മെല്ല് തരും. അതിനുശേഷം ഇവിടെ ഉള്ളി ആൻഡ് കുറച്ച് മുളക് വെട്ടി അരിച്ചിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് നല്ലൊരു ബ്രൗണിഷ് കളർ ആകുമ്പം ഇതിനകത്ത് മല്ലിപ്പൊടി, ജീരകപ്പൊടി ആൻഡ് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് എടുക്കണം. അതിനുശേഷം ഈ നമ്മൾ സ്പെഷ്യൽ അടിച്ചില്ല അതൊന്ന് മാഷ് ചെയ്തിട്ട് അതിനകത്ത് ഒഴിച്ച് കൊടുക്കണം. എന്തായാലും കറി ഇവിടെ റെഡിയാറായി. നന്നായിട്ടൊന്ന് ബബിൾസ് വരുമ്പോഴത്തേക്ക് ഇറക്കി വെച്ചാൽ മതി. പിന്നെ ഞാനിവിടെ പൂരിക്ക് വേണ്ടി സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്, കുറച്ചധികം എടുക്കണം. അതിനുശേഷം ഇവിടെ ആട്ടയുടെ പകരം ഓയിൽ യൂസ് ചെയ്തിട്ട് വേണം പരത്താൻ. കാരണം ആട്ട യൂസ് ചെയ്യുവാണെങ്കിൽ ആ ഒരു മണ്ടവശം വല്ലാതെ പൊടിയിൽ ഇരിക്കും. പിന്നെ കഴിക്കാനും അത്രയ്ക്ക് ടേസ്റ്റ് വരത്തില്ല. ഇത് ഞാൻ ഫ്രൈ ചെയ്യുന്ന രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പൊടി ഇങ്ങനെ വെളുത്ത് വരും. എന്നിട്ട് ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കണം. പിന്നെ ഇവിടെ ആണെങ്കിൽ കറി നന്നായിട്ട് തിളച്ച് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവരും അങ്ങോട്ട് തിന്നാച്ചാൽ മതി. ആദ്യമേ തന്നെ നമ്മുടെ വീട്ടിലെ മുതിർന്ന ആൾ എൻ്റെ അച്ഛന് കൊടുത്തു കഴിഞ്ഞാൽ അച്ഛനും നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിവിടെ കഴിക്കാൻ പോകണം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ബൂടി കേട്ടോ. ആ ഒരു സംഭവം ചെയ്തില്ല, മിക്സ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ചെയ്തൊന്ന് നോക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് വേറെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്ക് ഇനി ഏത് ബംഗാളി റെസിപ്പി വേണമെന്നൊന്ന് പറയണം കേട്ടോ. ഓക്കെ.